ഇപ്പോൾ എത്തുന്ന വാർത്ത വടകരയിൽ രാത്രി വൈകിയും വോട്ടർമാരുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. വോട്ടെടുപ്പ് വൈകിയതിൽ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നു. റിയാസ്, 6 മണിക്ക് അവസാനിക്കേണ്ട പോളിംഗ് ആണ്. രാത്രി വൈകിയും ഈ ക്യൂ നീണ്ടത് എങ്ങനെയാണ്? എന്താണ് അവിടെ സംഭവിച്ചത്? പിജി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ആകെ 1964 2248 ബൂത്തുകളാണുള്ളത്. അതിൽ 1964 ബൂത്തുകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നത്. ബാക്കി 284 ബൂത്തുകളിൽ ഈ രാത്രി 10 മണിക്കും വോട്ടെടുപ്പ് തുടരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. കാരണം ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് നീണ്ടാലും ഒരു പരിധിവരെ രാത്രി 8 മണി വരെയൊക്കെ നീണ്ട ചരിത്രമുണ്ട്. പക്ഷേ ഇത് രാത്രി 10 മണിയായിട്ട് കൂടി വലിയ ഒരു ക്യൂ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. വടകരയിലെ ആകെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുവരെയായി, അതായത് ഏറ്റവും ഒടുവിൽ വിവരം ലഭ്യം, അന്തിമ കണക്കൊന്നുമല്ല, വടകര ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ള പോളിംഗ് ശതമാനം 74.90 അപ്പോൾ സ്വാഭാവികമായും രാവിലെ ഈ വോട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വോട്ടിംഗ് യന്ത്രങ്ങൾ പലയിടത്തും തകരാറിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പിന്നീട് അതിനൊരു ബദൽ ക്രമീകരണം ഒരുക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചു എന്നൊരു ആക്ഷേപം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതാണ് വടകരയിലെ ബൂത്തുകളിൽ രാത്രി വൈകിയും ഇങ്ങനെ ഒരു നീണ്ട നിര പ്രത്യക്ഷപ്പെടാനും വോട്ടർമാരുടെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനും സാഹചര്യം ഒരുക്കിയത് എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. UDFും ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ KK രമ, വടകര MLA ആയ KK രമ പറയുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു ഗൂഢനീക്കം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് KK രമ പറയുന്നത്. കാരണം ഉദ്യോഗസ്ഥർ ഇങ്ങനെ വോട്ടിംഗ് വൈകിപ്പിക്കാൻ കാരണമായത് ആരെങ്കിലും സഹായിക്കാനാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് അവർ പറയുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തോട് UDF ഒരു ഇതിനെതിരായിട്ട് ഈ വോട്ടെടുപ്പ് വൈകിയതിനെതിരായിട്ട് ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ വടകരയിലെ വിവിധ ഇടങ്ങളിൽ വലിയ ക്യൂ, കുറ്റ്യാടി ഊരത്തെ LP സ്കൂളിലെല്ലാം തന്നെ വലിയ നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വടകര ലോക്സഭയിലെ 154 ബൂത്തായ മണിയൂർ UP സ്കൂളിൽ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നു എന്നൊരു വിവരമാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ 200-ലധികം വരുന്ന ബൂത്തുകൾ, ഏകദേശം 284 ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. സമയം രാത്രി 10 മണി പിന്നിട്ട് 11 മണികളിലേക്ക്, 11ാമത്തെ മണിക്കൂറിലേക്ക് ഈ ഒരു സമയം കടക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ 23ാമത്തെ മണിക്കൂറിലേക്ക് ഈ ദിവസത്തെ സമയം കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലും ഈ ദിവസം അവസാനിക്കാൻ ഇനിയിപ്പോൾ കേവലം 2 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പോലും ഇന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങിയ ആ പോളിംഗ് ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായാണ് പൊതുവെ ആരോപണം ഉയരുന്നത്. പിജി. ശരി റിയാസ്, വടകരയിൽ ഇപ്പോഴും പോളിംഗ് തുടരുന്നു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു റിയാസ് കെമാർ അവിടെ നിന്ന്. സംസ്ഥാനത്ത് പോളിംഗിനിടെ 7 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട് മാത്രം 3 പേർ മരിച്ചു. ഒറ്റപ്പാലത്ത് ചന്ദ്രൻ, പുതുശ്ശേരി കുമ്പോറ്റിയിൽ കണ്ടൻ,